എൻ്റെ നോവല ദ വെഡ്ഡിങ് ചേസ് മെയ് 16 കൊല്ലം പ്രസ് ക്ലബ്ബിൽ വെച്ചിട്ട് റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ മാർക്കറ്റിങ്ങും മറ്റുമായിട്ട് ഞാൻ കൊല്ലത്തുള്ള സമയത്ത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിലെ RJ ആയ പ്രവീൺ സർ, അദ്ദേഹം ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഷോയിൽ ഒരു ചെറിയൊരു ഭാഗം എന്നോട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗമാണ് നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്. ഇനി തുടരെ കേൾക്കാൻ പോകുന്ന കോണ്ടൻറ്റ് എല്ലാം കോപ്പിറൈറ്റ് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെയാണ്. എൻജോയ്. കണ്ടതും കേട്ടതും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രവീൺ തിരുമുറ്റത്ത്. ശബ്ദമിശ്രണം ശിവപ്രിയൻ. പട്ടിണിയുടെ പറ്റിലേക്ക് നിന്നെ പങ്കുചേർക്കാൻ ഇഷ്ടമില്ലാത്തതിനാൽ പ്രാണനായി പ്രണയിച്ച നിന്നെയും പറഞ്ഞു പറ്റിച്ചു ഞാൻ. ഇറങ്ങി വരാൻ പറയില്ല ഞാൻ, ഇരിക്കാൻ ഇടമില്ലാത്ത എൻ്റെ ദുരിതമോർത്ത്. ഓർമ്മിക്കണം നീ മരണം വരെ ഒന്നുമില്ലാത്തവൻ നിന്നോട് ഇഷ്ടം പറഞ്ഞതോർത്ത്. കവി അയ്യപ്പൻ്റെ പ്രണയം നിറഞ്ഞ വിരഹം നിറഞ്ഞ കവിതകൾ യഥാർത്ഥ പ്രണയത്തിൻ്റെ ഭാഷയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രണയം എന്ന മഹനീയമായ വാക്ക് പ്രവൃത്തിയിൽ മനോഹരമാക്കാൻ കഴിയാതെ പോകുന്ന ഇക്കാലത്ത് പ്രണയമെന്ന വിഷയം തന്നെ കാതിലില്ലാതെ പോകും എന്നറിയാം. എങ്കിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടതും കേട്ടതും എന്ന പരിപാടിയിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്താൻ കഴിയാതിരിക്കുക? കണ്ടതും കേട്ടതും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുട്ടിക്കുരുന്ന് പ്രണയവും കുരുക്കുകളും. കാലങ്ങളെ രണ്ടായി തിരിച്ചാൽ പഴയ പ്രണയമെന്നും പുതിയ പ്രണയമെന്നും പറയാറുണ്ട്. പരിശുദ്ധ പ്രണയമെന്നും അവിശുദ്ധ പ്രണയമെന്നും വേണമെങ്കിൽ പേര് ചൊല്ലി വിളിക്കാം നമുക്ക്. ഉദാഹരണത്തിന് അങ്ങനെ ഒരു നിശബ്ദ പ്രണയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മുടെ ഈ പുതിയ അധ്യായം തുടങ്ങാം. കൊല്ലം ടൗൺ അതിർത്തിയിൽ താമസിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനും സിനിമാ സംവിധായകനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ ശ്രീ ആഷിഖ് സതീശൻ്റെ വാക്കുകൾ ആ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് ചിലരെയെങ്കിലും കൊണ്ടുപോകും എന്നതിൽ സംശയമില്ല. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് നടന്നൊരു സംഭവമുണ്ട്. ഇവിടെ കൊല്ലത്തെ നവദ്വീപ് പബ്ലിക് സ്കൂളിലാണ് ഞാൻ 1ാം ക്ലാസ് പഠിച്ചത്. അന്ന് നവദ്വീപ് നമ്മളിപ്പോൾ കാണുന്ന കണക്കത്തെ വലിയൊരു സ്കൂളൊന്നുമല്ല, അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. നവദ്വീപിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ ഒരാളായിരുന്നു ഞാൻ. അന്നിങ്ങനെ ഒരു സ്കൂൾ കെട്ടിടമൊന്നും ഉണ്ടായില്ല, ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു സ്കൂൾ നടന്നത്. ആ സ്കൂളിൽ ഞാനൊരു ദിവസം ഇങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഒരു വലിയൊരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി ആ വഴി നടന്നുപോയി. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കണ ഒരു നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഈ കുട്ടി നടന്ന് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കവിളിൽ പിടിച്ചിട്ട് ഒരു പിച്ച് വന്നിട്ട് ഒരു നല്ലൊരു ചിരിയും നിന്നിട്ട് ആ കുട്ടി നടന്നങ്ങ് പോയി. അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ക്രഷ്. എനിക്ക് 6 വയസ്സേ ഉള്ളെന്ന് ഓർക്കണേ. ഈ കുട്ടിക്ക് 6 വയസ്സേ ഉള്ളൂ. ഇത് 1995 നടക്കുന്ന കഥയാണ്. 1995 1996 എൻ്റെ പേര് ആഷിഖ് എന്നതിൽ ഹിന്ദിയിൽ അർത്ഥം കാമുകൻ എന്നാണ്. ഞാൻ അന്ന് തൊട്ട് ആ പേരിന് അർത്ഥവത്താക്കാൻ ശ്രമിച്ചു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഈ കുട്ടിക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഈ സംഭവം നല്ല ഓർമ്മയുണ്ട്, നല്ല വിവിഡായിട്ട് ഓർമ്മയുണ്ട്. അതിന് കാരണം മേ ബി അത് എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അന്ന് അത് തട്ടിയിട്ടുണ്ടാവാം. അന്ന് എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. ക്രഷ് എന്ന് വിളിക്കുന്നതൊക്കെ ഞാൻ പിന്നീടാണ് ഇതിനെയാണല്ലേ ക്രഷ് എന്നൊക്കെ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ. ഈ ഫീലിങ്സിനെ നമ്മൾ പേരിട്ട് വിളിക്കാൻ പഠിക്കുന്നത് പിന്നീടാണല്ലോ. പക്ഷേ അതിനു മുമ്പും ഈ ഫീലിങ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഫീലിങ്സ് ഉണ്ടാവാൻ ആരുടെ അനുവാദം വേണ്ട, അതിന് പ്രായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണ്ട, അത് നമ്മൾ വളർന്ന് വലുതാവാൻ കാത്തിരിക്കാറില്ല. അതൊരു സുപ്രഭാതത്തിലേക്ക് നടന്നങ്ങ് കയറും, ഒരു കണ്ണാടിയുടെ മുമ്പിലൂടെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ പോലെ. അത് കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സ്നേഹത്തിലാണെന്നും പ്രണയത്തിലാണെന്നും അവർ ലൈനിലാണെന്നും ഇതെൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കേൾക്കുമ്പം എനിക്ക് പ്രത്യേകിച്ച് അതിൽ തെറ്റൊന്നും തോന്നാറില്ല. അത് വളരെ എന്താ പറയുക, ഒരു ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണല്ലോ. എന്നും പറഞ്ഞ് ഒരു അഡൾട്ട് റിലേഷൻഷിപ്പിന് അവർ റെഡിയാണെന്നല്ല കേട്ടോ ഞാൻ പറയണേ. അത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാൻ പഠിച്ചു. അത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഒരു സുപ്രഭാതത്തിലൊരു ഫീലിംഗ് ഉണ്ടായി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു റൊമാൻറ്റിക് ഒരു അഡൾട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് അത്യാവശ്യം നല്ല പണിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ അനുഭവിച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ ആദ്യം ഉണ്ടാകുന്നൊരു സ്പാർക്കല്ലേ,
ആദ്യം തോന്നുന്ന ക്രഷ്, ദാറ്റ് മാറ്റേഴ്സ്. കാരണം അതൊരു സൈനാണ് ദാറ്റ് നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. അതിന് ഒരു ഭംഗിയില്ലേ, ഒരു ദൈവത്തിൻ്റെ കരസ്പർശമുള്ള ഒരു ഭംഗി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് റേഡിയോയിൽ അവതരിപ്പിക്കാൻ അവസരം തന്ന RJ പ്രവീൺ സാറിനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിനും ഞാൻ നന്ദി പറയുന്നു.